സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവി രവത ചന്ദ്രശേഖറാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ DGP വിരമിക്കുന്ന ദിവസമാണ്. ക്യാബിനറ്റ് തീരുമാനം വന്നു കഴിഞ്ഞു. രവത ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവിയാവുന്നു. ദിലീപ് കുമാർ വാർത്താമുറിയിൽ നിന്ന് ചേരുകയാണ്. ദിലീപ്, എപ്പോഴാണ് ഈ തീരുമാനം വന്നത്? SK അല്പസമയം മുമ്പാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം പുതിയ പോലീസ് മേധാവിയായി രവാഡ എ ചന്ദ്രശേഖറിനെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. രവാഡ എ ചന്ദ്രശേഖർ ഇപ്പോൾ ഡൽഹിയിൽ ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലാണുള്ളത്. അവിടെ SPG അടക്കമുള്ള പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ചുമതലയുള്ള SPG അടക്കമുള്ളവയുടെ മേധാവിയാണിപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഒരാഴ്ച കേരളത്തിലെത്താൻ സമയമെടുത്തേക്കും. രവാഡ ചന്ദ്രശേഖറിനെ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയായി തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം കേരളത്തിലെത്തി സംസ്ഥാനത്തേക്ക് വരുന്നതിനുള്ള സന്നദ്ധത മുഖ്യമന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും കണ്ട് അറിയിച്ചിരുന്നത്. UPSC നൽകിയ പട്ടികയിലും രവാഡ എ ചന്ദ്രശേഖറിൻ്റെ പേരുണ്ടായിരുന്നു. 91 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ രവാഡ എ ചന്ദ്രശേഖർ നേരത്തെ കൂത്തുപറമ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായിരുന്നു. അന്ന് അദ്ദേഹം തലശ്ശേരി ASP ആയിരുന്നു. 94 നവംബർ 25-നാണ് കൂത്തുപറമ്പ് വെടിവയ്പ്പ് നടന്നിരുന്നത്. ആ കൂത്തുപറമ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് അത് അന്വേഷിച്ച പത്മനാഭൻ നായർ കമ്മീഷനും രവാഡ എ ചന്ദ്രശേഖറിന് ഈ വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് കാര്യമായ പങ്കില്ല എന്ന കാര്യം ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതാണ്. 2 ദിവസം മുമ്പ് മാത്രമാണ് അദ്ദേഹം തലശ്ശേരി ASP ആയി ചുമതല ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിന് ആ സ്ഥലത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. MV രാഘവനെ വ്യക്തിപരമായി അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇത് പിന്നീട് തുടർന്നു വന്ന ഇടതുമുന്നണി സർക്കാർ ഈ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുകയും പത്രങ്ങളിലൊക്കെ ഈ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തുകയും രവാഡ എ ചന്ദ്രശേഖറിന് ഇക്കാര്യത്തിൽ പങ്കില്ല എന്ന് പരാമർശിക്കുന്ന ഭാഗം പ്രത്യേക ഹെഡിങ്ങോടുകൂടി നൽകുകയും ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ രവാഡ എ ചന്ദ്രശേഖറുമായി അദ്ദേഹത്തിൻ്റെ നിയമനവുമായി രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ലായിരുന്നു. മാത്രമല്ല, നേരത്തെ നീരസം CPIM ഉണ്ടായിരുന്ന അദ്ദേഹം DYFI നേതാക്കൾക്കെതിരെ MV ജയരാജൻ അടക്കമുള്ളവർക്കെതിരെ അന്ന് മൊഴി നൽകിയിരുന്നു എന്നതാണ്. അതിൽ MV രാഘവനെ വെറുതെ വിടില്ല, അന്ന് മന്ത്രിയായിരുന്ന N രാമകൃഷ്ണനെ വെറുതെ വിടാം എന്നായിരുന്നു, അത് പറഞ്ഞത് കേട്ടു എന്നായിരുന്നു രവാഡ എ ചന്ദ്രശേഖർ അന്ന് മൊഴി നൽകിയിരുന്നത്. പക്ഷേ 2012-ൽ അദ്ദേഹത്തെ കേരള ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. രവാഡ ചന്ദ്രശേഖർ അടുത്ത വർഷം വരെ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് DGP ആയി തുടരാം. DGP തലത്തിൽ സംസ്ഥാന പോലീസ് മേധാവി തസ്തികയിലേക്ക് വരുന്ന ആളിന് ആവശ്യമെങ്കിൽ സർക്കാരിന് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ്. വീണ്ടും 1 വർഷം കൂടി നീട്ടിക്കൊടുക്കാൻ കഴിയും. അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കുമോ എന്നത് ഇനി വരും കാലത്ത് കാണേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ആ തീരുമാനമെടുത്തിരിക്കുന്നു. അടുത്ത വർഷം വരെ നിലവിലെ സാഹചര്യത്തിൽ രവാഡ എ ചന്ദ്രശേഖറിന് സംസ്ഥാന പോലീസ് മേധാവിയായി തുടരാൻ കഴിയും. ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് സ്വദേശിയാണ് രവാഡ എ ചന്ദ്രശേഖർ. അദ്ദേഹമാണ് 91 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ രവാഡ എ ചന്ദ്രശേഖർ. അദ്ദേഹം ഏറെക്കാലം ഡൽഹിയിലാണ് പിന്നീട് പ്രവർത്തിച്ചിരുന്നത്. മുംബൈയിൽ IBയുടെ അഡീഷണൽ ഡയറക്ടറായിരുന്നു. പിന്നീട് അദ്ദേഹം ഡൽഹിയിൽ സ്പെഷ്യൽ ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്നു. ഇത്തവണയും അദ്ദേഹം IBയുടെ തലപ്പത്തേക്ക് വരും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ IBയുടെ നിലവിലെ ഡയറക്ടർ തപൻകുമാർ ദേഖയ്ക്ക് 1 വർഷം കൂടി കാലാവധി നീട്ടിക്കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. തുടർന്നാണ് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങാനുള്ള സന്നദ്ധത അറിയിച്ചതും കേരളത്തിലെ സംസ്ഥാന പോലീസ് മേധാവിയായി രവാഡ എ ചന്ദ്രശേഖറിനെ നിയമിക്കുന്നതും. കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് TP സെൻകുമാറിന് ശേഷം പിന്നീട് വന്ന DGPമാരെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്, കേരള കേഡർ ഉദ്യോഗസ്ഥരാണ്. അതിന് ഇത്തവണയും മാറ്റമില്ല. രവാഡ എ ചന്ദ്രശേഖറിനെ തന്നെ സംസ്ഥാന മന്ത്രിസഭാ യോഗം പുതിയ പോലീസ് മേധാവിയായി തീരുമാനിച്ചിരിക്കുകയാണ്. SKN.